ഒരുപാട് സമയം കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ട്. പക്ഷെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം കാണുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ ആൻസർ മാത്രം മറന്നു പോകാറുണ്ട്. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് പലർക്കും ഉണ്ടായിരിക്കും അല്ലേ? കാരണം എന്താണെന്നറിയോ? നമ്മൾ പഠിക്കാനും മെമ്മറൈസ് ചെയ്യാനും കൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. കുറേ ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല. സ്മാർട്ടായിട്ട് പഠിക്കുക, നമ്മളുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റീനെ വളരെ സ്മാർട്ടായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക്. ഇതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്? പഠിക്കുന്ന സമയത്ത് തന്നെ വലിയ ആൻസേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ അതിനെ ഒരു വായിച്ച് അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കിയിട്ട് ഒരു ഷോർട്ട് സമ്മറി എഴുതി വെക്കുക. ഇപ്പോൾ ഒരു വലിയ ഡെറിവേഷൻ പഠിക്കുന്ന സമയത്ത് അത്രയും പീസ് ഓഫ് ഇൻഫർമേഷൻസ് നമ്മളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ള ആൻസർ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ആണ് അവിടെ ഇല്ലാതായി പോകുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ആൻസറിനെ മുഴുവനായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഫിസിക്സിലെ ഡെറിവേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്. നമുക്ക് എന്താ പറയാ, വീട്ടിൽ നിന്ന് നമുക്ക് സ്കൂളിൽ പോകാനുള്ള വഴി നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വഴി ഓർത്ത് വെക്കാനായിട്ട് നമ്മൾ ഒരിക്കലും എടുക്കുന്ന ഓരോ സ്റ്റെപ്പും എന്താണെന്ന് നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടില്ല. എന്താണ് ആലോചിക്കേണ്ടത്? ഏത് ഡയറക്ഷനിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്? ഇനി നടന്നു പോകുന്ന വഴിക്ക് ഏതെങ്കിലും ജംഗ്ഷൻസ് ഉണ്ട്, ടേണിംഗ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആ ടേണിംഗ് പോയിന്റ്സ് ഓർത്ത് വെക്കുക. ഫൈനലി ഞാൻ എത്തേണ്ട സ്ഥലം ഏതാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെയാണ് ഡെറിവേഷൻസ് പഠിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് ഓർമ്മ ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് ഓട്ടോമാറ്റിക്കലി നമുക്ക് എഴുതാൻ പറ്റണം. അതിനിടയ്ക്ക് ഏതെങ്കിലും ടേണിംഗ് പോയിന്റ്സ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ചിലപ്പോൾ ഫിസിക്സിന്റെ ഡെറിവേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഒക്കെ കടന്നു വരാറുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ഈ സ്റ്റെപ്പ് വരുന്ന സമയത്ത് ഓക്കെ, ഐ മേ ഹാവ് ടു യൂസ് എ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഹിയർ. അപ്പൊ അങ്ങനെയുള്ള ടേണിംഗ് പോയിന്റ്സ്, സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതുപോലെ ഫൈനൽ ആൻസർ, ഫൈനലി ഈ ഒരു ഡെറിവേഷന്റെ ഫൈനൽ റിസൾട്ട് എന്താണ്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഓർത്ത് വെക്കേണ്ടതുള്ളൂ. അല്ലാതെ എഴുതുന്ന ഓരോ സ്റ്റെപ്സും നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്രയും സ്റ്റോറേജ് സ്പേസ് ബ്രെയിനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആൻസർ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമില്ല. അപ്പോൾ വലിയ ഒരു പാരഗ്രാഫ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഷോർട്ട് സമ്മറി എഴുതി വെക്കുക. എക്സാമിന് പഠിക്കുന്ന സമയത്ത്, റിവൈസ് ചെയ്യുന്ന സമയത്ത് സമ്മറി മാത്രം ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. വലിയ വലിയ പാരഗ്രാഫ്സ് ഒറ്റയടിക്ക് ഇരുന്ന് ബൈഹാർട്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് ഒരു 5 ഷോർട്ട് പാരഗ്രാഫ്സ് നമുക്ക് ബൈഹാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വലിയ കമ്പാർട്ട്മെന്റ് ഓഫ് ആൻസേഴ്സിനെ നമുക്ക് സ്മോളർ ചങ്ക്സ് ആയിട്ട് ചെറുതാക്കി വെക്കുക. എന്നിട്ട് ആ ചെറിയ ഇൻഫർമേഷൻസ് പഠിക്കാൻ നോക്കുക. എന്നിട്ട് ആ ചെറിയ കീ പോയിന്റ്സ് എന്ന് പറയും, ആ കീ പോയിന്റ്സിനെ ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കംപ്ലീറ്റ് ആക്കാൻ പറ്റണം. അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് വിഷ്വൽ മെമ്മറിക്ക് കുറച്ചുകൂടെ നമ്മുടെ ബ്രെയിനിൽ എളുപ്പത്തിൽ ഇംപ്രിന്റ് ചെയ്യാൻ പറ്റും എന്നാണ് സ്റ്റഡീസ് തെളിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിഷമമുള്ള ടോപ്പിക് പഠിക്കുന്ന സമയത്ത് അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക, അതിനൊരു ഇമേജ് ആക്കിയിട്ട് മാറ്റാൻ ശ്രമിക്കുക. അത് കുറച്ചും കൂടി എളുപ്പത്തിൽ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആയിട്ട് നിൽക്കും. എക്രോണിംസ് വളരെയധികം പ്രൂവൺ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നമുക്ക് എല്ലാവർക്കും, ആരോട് വേണമെങ്കിലും വൈറ്റ് ലൈറ്റിൽ അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റന്റ് കളേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരാൾക്കും അതിന്റെ ഓർഡർ തെറ്റാറില്ല. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് എല്ലാവരും കൃത്യമായിട്ട് ഓർത്ത് വെക്കും. കാരണം എന്താ? വിബ്ജിയോർ എന്ന് പറയുന്ന എക്രോണിയം അത്രയധികം പോപ്പുലറൈസ് ആണ്, അത്രയധികം നമ്മൾ എളുപ്പത്തിൽ ആ ഒരു ടോപ്പിക് ഓർത്ത് വെക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള എക്രോണിംസ് നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻസ് ഓർഡറിൽ ഓർത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള എക്രോണിംസ് ഉണ്ടാക്കിയെടുക്കുക. ആ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് 2 ലെറ്റേഴ്സ് വെച്ചിട്ടോ അങ്ങനെയൊക്കെ. ഇത് എക്രോണിം തന്നെ ആവണമെന്നില്ല കേട്ടോ. നമുക്ക് നെമോണിക്സ് എന്ന് പറയുന്ന ടെക്നിക്കും കൂടെ ഉണ്ട്. വളരെ ഫണ്ണി ആയിട്ടുള്ള നെമോണിക്സ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ ഒത്തിരി കേട്ട് പരിചയമുള്ള ഒരു നെമോണിക് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് 9 എലമെന്റ്സിന്റെ പേര് ഓർത്ത് വെക്കാനായിട്ട് വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർത്ത് വെക്കാൻ അധികം ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. ഹാപ്പി ഹെൻറി ലൈക്സ് ബിയർ ബട്ട് കുഡ് നോട്ട് ഒബ്റ്റെയിൻ ഫുഡ് എന്നുള്ളത് ഇതിലെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വേർഡ്സ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 9 എലമെന്റ്സിന്റെ പേരും കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ എന്നുള്ളത്. ഇത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഇതുപോലെയുള്ള നെമോണിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫണ്ണി ആയിട്ടുള്ള, ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ വെച്ചിട്ട് വേണമെങ്കിലും നെമോണിക്സ് ഉണ്ടാക്കാം. എന്താണോ നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയിട്ട് ഫണ്ണി ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പെട്ടെന്ന് മറക്കില്ല. അപ്പൊ നെമോണിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഫണ്ണും കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള നെമോണിക്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മെമ്മറി ചെയ്യാൻ എളുപ്പമായിരിക്കും, മെമ്മറൈസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ റൈറ്റ്
പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. ഇതിനെ വെല്ലുന്ന യാതൊരു ടെക്നിക്കും നമുക്ക് ഒരു കാര്യവും മെമ്മറൈസ് ചെയ്യാനായിട്ട് ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്ത് കാര്യമാണെങ്കിലും എഴുതി പഠിക്കുക. പ്രത്യേകിച്ച് സയൻസിൽ ഡെറിവേഷൻസ്, പ്രോബ്ലംസ് ഇതെല്ലാം എഴുതി പഠിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സാധനം 10 തവണ റിപ്പീറ്റഡ് ആയിട്ട് എഴുതുക എന്നുള്ളതായിരിക്കണം എന്നില്ല. നിങ്ങളൊരു കാര്യം പഠിച്ചു, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വളരെ ഷുവർ ആണ്, ഓക്കെ പഠിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ ബുക്കൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക. ഈ പഠിച്ചു വെച്ച സാധനം എനിക്ക് സ്വന്തമായിട്ട് എഴുതി പേപ്പറിൽ ഫലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. കാരണം ഫസ്റ്റ് ടൈം നിങ്ങൾ ഈ ഒരു സംഭവം എക്സാം ഹാളിലാണ് ട്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് എന്തെങ്കിലും കാര്യം ഒരു പോയിന്റ് മിസ്സായി പോയാൽ നിങ്ങൾക്ക് തിരിച്ചൊരു ബുക്കിലോട്ട് മറിച്ച് നോക്കാനുള്ള ഓപ്ഷൻ അവിടെ ഇല്ല. അതേസമയം ഈ ഒരു കാര്യം നിങ്ങൾ വീട്ടിൽ നിന്നാണ് ചെയ്ത് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ കുറച്ച് സമയം ആലോചിച്ച് കിട്ടുന്നില്ല, എന്ത് ചെയ്യാം, ബുക്ക് എടുത്ത് റിവൈസ് ചെയ്തിട്ട് മനസ്സിലാക്കാം, ഓക്കെ ദിസ് ഇസ് ദ പോയിന്റ് ഐ മിസ്ഡ് ഔട്ട് എന്നുള്ളത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഈ സെയിം ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്ന സമയത്ത് വേറെ എന്തൊക്കെ മറന്നുപോയാലും നിങ്ങൾ എവിടെ വെച്ചിട്ടാണോ സ്റ്റക്ക് ആയത് ആ സ്റ്റക്കായ പോയിന്റ് നിങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്, സ്പെഷ്യലി ഇൻ റൈറ്റിംഗ്. ടോക്ക് ഔട്ട് ലൗഡ് ആസ് യു സ്റ്റഡി. ഇത് പ്രത്യേകിച്ച് ആവശ്യമുള്ളത് ചില കാര്യങ്ങൾ നമുക്ക് റോട്ട് ലേണിംഗ് ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ബൈഹാർട്ട് ചെയ്തേ പറ്റൂ. പ്രത്യേകിച്ച് ഫോർമുലാസ് എല്ലാം ബൈഹാർട്ട് ചെയ്യണം, ചില ഡെഫിനിഷൻസ്, അതുപോലെ SI യൂണിറ്റ്സ്, ഇതൊക്കെ നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഈ ബൈഹാർട്ട് ചെയ്യാനായിട്ട് പഠിക്കുന്ന സാധനങ്ങൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഉറക്കെ വായിച്ച് പഠിക്കുക. നമ്മൾ വലിയ കുട്ടികളാവുമ്പോൾ ഒരു ഷൈ ഫീലിംഗ് വരാറുണ്ട് ഉറക്കെ വായിച്ച് പഠിക്കുന്ന, ഈ എല്ലാവരും കേൾക്കില്ലെന്നൊക്കെ. അങ്ങനെയൊന്നും വിചാരിക്കണം കേട്ടോ, ഇത് വളരെയധികം പ്രൂവൺ ആയിട്ടുള്ള ഒരു മെമ്മറി ടെക്നിക്കാണ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഉറക്കെ വായിച്ചു പഠിക്കുന്ന സമയത്ത് 2 രീതിയിലുള്ള നെർവ് ഇമ്പൾസ് ആണ് നമ്മുടെ ബ്രെയിനിലോട്ട് എത്തുന്നത്. നമ്മൾ കാണുന്നു, വായിക്കുന്നു അല്ലെ. അപ്പൊ കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒപ്റ്റിക് നെർവ് ഒരു സെൻസറി ഇൻഫർമേഷൻ ബ്രെയിനിലോട്ട് എത്തിക്കുന്നുണ്ട് നമ്മൾ കാണുന്ന ഒരു കാര്യത്തിനെ കുറിച്ച്. അതുപോലെ ഈ സെയിം സംഭവം നമ്മൾ വായിച്ച് നമ്മൾ തന്നെ കേൾക്കുവാണ്. അപ്പോൾ ഓഡിറ്ററി നെർവ് വഴിയും ഇതേ ഇൻഫർമേഷൻ ബ്രെയിനിൽ എത്തുവാണ്. അപ്പൊ 2 നെർവ്സ് ഒരേ ഇൻഫർമേഷൻ ബ്രെയിനിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ബ്രെയിനിന് മനസ്സിലാവുന്നു, ഓക്കെ ദിസ് ഇസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനെ വളരെയധികം നമ്മൾ ലോങ് ടേം മെമ്മറിയിലോട്ട് തന്നെ സേവ് ചെയ്യേണ്ട ഇൻഫർമേഷൻ ആണെന്ന് ബ്രെയിനിന് നമ്മളൊന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യേണ്ടത്, സ്പെഷ്യലി മാത്തമാറ്റിക്കൽ ഫോർമുലാസ്, SI യൂണിറ്റ്സ്, ഡെഫിനിഷൻസ്, ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് ഉറക്കെ വായിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതേസമയം ഒരു ഗോൾഡൻ മെമ്മറി ടെക്നിക് എന്ന് പറയാം. ഗോൾഡൻ മെമ്മറി ടെക്നിക്സ് നമ്മൾ പഴയ കാലം മുതൽ തന്നെ ഉപയോഗിച്ച് വരുന്ന ഒരു ടെക്നിക്കാണ് ഈ ഫ്ലാഷ് കാർഡ്സ് ഉപയോഗിക്കുക എന്നുള്ളത്. ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. നമുക്ക് അതിന് വേണ്ടി കുറച്ച് പീസസ് ഓഫ് പേപ്പേഴ്സ് മാത്രം മതി. ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് എന്താണ് നമ്മൾ പഠിക്കാൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാനിരിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിനകത്ത് ഇലക്ട്രിക് കറന്റ് എന്ന് എഴുതാം. ആ പേപ്പറിന്റെ ബാക്ക് സൈഡിലായിട്ട് കറന്റിന്റെ ഡെഫിനേഷൻ, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, SI യൂണിറ്റ് എഴുതി വെക്കുക. ഇനി അടുത്തൊരു പേപ്പർ എടുത്തിട്ട് പൊട്ടൻഷ്യൽ എന്ന് എഴുതാം. എന്നിട്ട് പൊട്ടൻഷ്യലിന്റെ ഡെഫിനേഷൻ, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, SI യൂണിറ്റ്. ഇതുപോലെ കുറെ കാർഡ്സ് ഉണ്ടാക്കി വെക്കാം. അതിനുശേഷം അത് നിങ്ങളുടെ സ്റ്റഡി ടേബിളിന്റെ ഒരു സൈഡിലായിട്ട് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ഓരോ കാർഡ് എടുത്തിട്ട് അതിന്റെ ഫ്രണ്ട് മാത്രം വായിച്ചു നോക്കുക, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, എന്നിട്ട് ഓർക്കാൻ ശ്രമിക്കുക ഈ പറഞ്ഞ ഡെഫിനേഷനും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും SI യൂണിറ്റ് ഒക്കെ എനിക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. പരമാവധി ഓർക്കാൻ ശ്രമിക്കുക. കിട്ടുന്നില്ലെങ്കിൽ മാത്രം അതിന്റെ ബാക്ക് സൈഡ് ഒന്ന് തിരിച്ചു നോക്കുക. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലാഷ് കാർഡ്സിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങളുടെ ഓർമ്മയിൽ കൃത്യമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫ്ലാഷ് കാർഡ്സ് ഒരു പ്രൂവൺ സ്ട്രാറ്റജിയാണ് കേട്ടോ. റിപ്പീറ്റ്, അതായത് നിങ്ങൾ ഒരു സാറ്റർഡേ ടു സൺഡേ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി ഒരു ചാപ്റ്റർ പഠിച്ചു. അപ്പോൾ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പോർഷനാണ് നിങ്ങൾ സാറ്റർഡേ പഠിച്ചത്. അങ്ങനെ ഓരോരോ ദിവസങ്ങളിലായിട്ട് കുഞ്ഞു കുഞ്ഞു പോർഷൻസ് പഠിച്ചു. സൺഡേയിൽ നിങ്ങൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. എന്ത് ചെയ്യണം, അടുത്ത ദിവസം സാറ്റർഡേയിൽ നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ സാറ്റർഡേയിലെ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ടൈം ഉപയോഗിക്കേണ്ടത് ഈ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചത് ഞാൻ ഓർക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുക, പഠിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പഠിക്കാനിരിക്കുന്ന സമയത്ത് പൊമോഡോറോ ടെക്നിക് എന്ന് പറയും. അതായത് 30 മിനിറ്റിന്റെ ചെറിയ ചെറിയ ഇന്റർവെൽസ് ആയിട്ടാണ് നമ്മൾ പഠിക്കേണ്ട സമയം എടുക്കേണ്ടത്. കാരണം അതിൽ കൂടുതൽ സമയമൊന്നും നമുക്ക് അധികം ഡിസ്ട്രാക്റ്റഡ് ആവാതെ കോൺസെൻട്രേഷനോടുകൂടി പഠിക്കാൻ ഒറ്റ സ്ട്രെച്ചിൽ ഇരിക്കുക എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും പോസിബിൾ അല്ല. പക്ഷെ എല്ലാവർക്കും പറ്റുന്ന ഒരു സമയമാണ്
ഒരു അരമണിക്കൂർ ബുക്കിന്റെ മുന്നിൽ ഇരിക്കുക എന്നുള്ളത്. അപ്പൊ എന്താ ചെയ്യണ്ടേ, ഈ അരമണിക്കൂറിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 25 മിനിറ്റ് നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. അതിനുശേഷം 5 മിനിറ്റ് ഒരു ബ്രേക്ക് എടുക്കുക. ആ 5 മിനിറ്റിൽ നിങ്ങളൊന്ന് സ്ട്രെച്ച് ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ കിച്ചൺ വഴിയൊക്കെ ഒന്ന് പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് വീണ്ടും തിരിച്ചു വരും. അപ്പൊ നിങ്ങളൊന്ന് റിഫ്രഷ് ആയി അധികം സമയം ഉപയോഗിക്കുന്നില്ല. അതേസമയം ഒറ്റ ഇരിപ്പിന് നമ്മൾ 1 മണിക്കൂർ ഇരിക്കാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുക, ഇടയ്ക്കുന്ന് നമ്മൾ ഒത്തിരി ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകും. ഈ 5 മിനിറ്റിനേക്കാളും കൂടുതലുള്ള ബ്രേക്കൊക്കെ അവിടെ ഇരുന്ന സ്ഥലത്ത് വെച്ച് തന്നെ പോകും. അപ്പൊ അതിനും പകരമായിട്ട് 25 മിനിറ്റ്സ് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലൂടെ ബ്രേക്ക് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അടുത്ത 25 മിനിറ്റ്സ് നമുക്ക് കൂടുതൽ എനർജറ്റിക് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇതുപോലെയുള്ള ഇതിനേക്കാൾ നല്ല മെമ്മറി ടെക്നിക്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. വളരെ ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേഷനോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു. ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡു കമന്റ് മീ അബൌട്ട് യുവർ ഫീലിംഗ്സ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ദ എക്സാംസ്. താങ്ക് യു വൺസ് അഗെയിൻ. Have a wonderful day ahead to all of you.